ഇന്നത്തെ ഒരു വൈൽഡ് ലൈഫ് സ്റ്റോറി കേട്ടോ. ഈ പരിപാടിക്ക് ഞങ്ങൾ 4 പേരാണുള്ളത്. അതിൽ ഒരുത്തൻ്റെ വീട്ടിലേക്ക് ഞാൻ നേരിട്ട് വന്നേക്കാണ്. അല്ലെങ്കിൽ ഈ പുള്ളി വരാൻ ചിലപ്പോൾ ലേറ്റാവും. ഇതാണ് ആക്കടെ വീട് കേട്ടോ. അപ്പോൾ പോണത് തേക്കടിയിലേക്കാണ്. അപ്പോൾ ദേ ഇത് അവൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു പ്രാവ. ഒന്നല്ല 2 ഉണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞുണ്ട് കണ്ടോ. ആക്കടെ വീട് ചുറ്റുപാടൊക്കെ ഒരു മിനി സൂ എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതാണ് ആൾ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. പ്രാവിന് വെള്ളവും തീറ്റയും കൊടുക്കാൻ മറന്നുപോയി ഞങ്ങൾ. അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ റൂട്ടിലേക്ക് കയറി. ഈ കടയിൽ നിന്നേ കുറച്ച് അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മറ്റു 2 പേരും കൂടി വരാണ്ട് അവരെന്ത് ചെയ്യുന്ന നോക്കിയപ്പോഴത്തേക്കുമാണ് ദേ വന്നു. ചേട്ടനും അനിയനോട്ടേ വന്നെ. അങ്ങനെ വണ്ടി നിർത്താൻ സമയം കൊടുത്തില്ല, നേരെ പോയി. നേരെ വന്നതും തേക്കടി എത്തിയതും അവരുടെ ബസ് കിട്ടി. നേരെ ഫോറസ്റ്റുകാരുടെ ബസ് കേട്ടോ. നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. പാസ്സൊക്കെ എടുത്തിട്ട് ബസ്സിൽ കയറിയിരുന്നു. ഈ സെയിം പരിപാടിയുടെ ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ചാനലുണ്ട്, ഒന്ന് കയറി നോക്കിക്കോട്ടോ. ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, 2 മാസം കൂടുമ്പോൾ കാട് കയറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തേക്കടിയിലേക്ക് വരും. ഇവിടുത്തെ കാടാണെങ്കിൽ ഒരേ തവണ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഫസ്റ്റത്തെ സൈറ്റിങ് അത് ഈ കാണുന്ന സാമ്പാർ ഡിയറാണ്. ഇതേ രണ്ടാമത്തെ സൈറ്റിങ് ആള് കരിങ്കുരങ്ങ്, ലങ്കൂർ, പിന്നെ ഹനുമാൻ കുരങ്ങ് എന്നൊക്കെ പറയും. ഇതില്ല ഇത് അങ്ങനെ സ്ഥലം എത്തി. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമുക്കൊപ്പം വരാനുള്ള ഗൈഡിനെ കിട്ടി. അപ്പോൾ ഗൈഡ് പൂരിപ്പിക്കാനുള്ള ഫോമൊക്കെ എടുത്തു തരികയാണ്. ഇനി അത് കംപ്ലീറ്റ് ആക്കിയാൽ പിന്നെ പരിപാടി തുടങ്ങുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ പരിപാടിക്ക്. ഈ പരിപാടിക്കല്ല, ഇവിടുത്തെ എല്ലാ പരിപാടിയും ബുക്കഡാണ് നോക്കിയപ്പോൾ. ഇവർ 3 പേരും എൻ്റെ ഒപ്പം ആദ്യമായിട്ടാണ് കാട് കയറാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട, ജസ്റ്റ് കാട്ടിൽ കൂടെയൊക്കെ ഒന്ന് നടക്കാം എന്ന മൈൻഡിൽ വന്നാൽ മതി. ആനിമൽസിനെ കാണുവാണെങ്കിൽ ബോണസാക്കി എടുക്കാനാണ് പറഞ്ഞേക്കണേ. ഇനിയിപ്പോൾ അവന്മാർ എന്ത് പറയും, എന്നെ തല്ലുമെന്നും എനിക്കറിയാൻ പാടില്ല. ഒരു ഫോട്ടോ എടുത്തരാം. ഓഫ് കോഴ്സ്. ദേ ആ ഗൈഡ് വഹിക്കണുണ്ടോ, അത് നമുക്ക് പോകാനുള്ള ചങ്ങാടാണ്. ആ വേണ്ട, അവിടെ ഇരുന്നോളും. ഏയ് അങ്ങനെ അപ്പുറം നോക്കിയപ്പോൾ അതേ മുണ്ടൊക്കെ എടുത്തൊരു ചേട്ടൻ വന്നേക്കണു. ആ ചേട്ടൻ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടാണോ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നേക്കണമെന്ന് എനിക്കറിയില്ല. മുണ്ടൊക്കെ എടുത്ത് ട്രക്കിങ്ങിനൊക്കെ വന്ന അട്ടമൊക്കെ വല്ലതും കടിച്ചാൽ പണിയാവും. അങ്ങനെ നിന്നപ്പോഴാണ് അത് അങ്ങ് ദൂരെ ആ സാമ്പാടിയറല്ലേ മ്ലാവ്, അത് കുറച്ച് എണ്ണം ഉണ്ടത്. അത് ഈ വെള്ളം ഇവിടെ നിന്ന് അക്കരയ്ക്ക് നീന്തിയിട്ട് അവിടെ ചെന്ന് കയറിയുണ്ട്. കുറേ ഉണ്ട്. ദേ ഒരു ബോട്ട് വരുന്നുണ്ട്. ഒരു ബോട്ടല്ല, കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന പരിപാടിയാണ് ബോട്ടിങ്. ആ പരിപാടിക്ക് നല്ല തിരക്കാണ്. അങ്ങനെ ചങ്ങാടം അടുത്തെത്തി. ഞങ്ങളതിലേക്ക് കയറി.
അങ്ങനെ കാട്ടിലേക്ക് കയറാൻ പോവാണ്. കാട്ടിൽ കയറിയാൽ പിന്നെ അധികം സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കാടിൻ്റെ സൗണ്ടൊക്കെ കേട്ടേ പതുക്കെ നടക്കാം. അങ്ങനെ കാട്ടിൽ കയറിപ്പോയി ഫസ്റ്റ് സൈറ്റിങ് കിട്ടി. ആളിതാണ് കാട്ടുകോഴി, മെയിലാട്ടോ. ആൾ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടാമത്തെ സൈറ്റിങ്ങും കിട്ടി. ആളതേ ഇതാണ് കാട്ടിലെ ചാരെന്നൊക്കെ അറിയപ്പെടുന്ന അയ്യോ അവൻ്റെ പേര് മലയണ്ണാൻ കുട്ടപ്പൻ. ആൾ കണ്ടു. കണ്ടോ, ഇവനെ കണ്ടാലേ നമ്മൾ നോക്കി നിന്ന് പോകും. നല്ല തക്കുടുമുണ്ടം.
അങ്ങനെ പോയപ്പോൾ അതേ പെട്ടെന്ന് കണ്ടാണ് കാട്ടുപോത്തിൻ്റെ സ്കൾട്ടൻ. പോണ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചും ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. വൈകുന്നേരം ആയതുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് കയറി പോയിട്ട് കാര്യമില്ല. ആനിമൽസൊക്കെ ഇപ്പോൾ എന്തായാലും മഴ കുറവായതുകൊണ്ടേ കാടിനകത്ത് വെള്ളം കുറവാണ്. അപ്പോൾ ഈ കാണുന്ന പോലത്തെ തുറസായ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി വരും. ഇവിടെ നനവൊക്കെ ഉണ്ടല്ലോ, പിന്നെ വെള്ളവും കിട്ടും. കണ്ട അടിപൊളി ആയേനെ. ഞങ്ങൾ സെലക്ട് ചെയ്തേക്കണ നേച്ചർ വാക്ക് എന്ന് പറഞ്ഞ പരിപാടി കേട്ടോ. കാട്ടിൽ കൂടെ ഏകദേശം ഒരു 7-8 കിലോമീറ്റർ നടക്കുന്ന പ്രോഗ്രാമത്. ആ വനത് ആദ്യം പോയ ബാച്ചാട്ടോ, അതിൽ 2 പേരുള്ളൂ. അപ്പോൾ അവരോട് നമ്മുടെ ഗൈഡ് ഇവിടുത്തെ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ബൈനോക്കുലർ വെച്ച് ചുമ്മാ നോക്കിയപ്പോഴാണ് അപ്പുറം കുറച്ച് കാട്ടുപന്നി നിൽക്കണുണ്ട്. കുറച്ചല്ല, അത്യാവശ്യമുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിന്നിത്തിറച്ച നിൽക്കണേന്നുള്ളൂ. ആ സൈഡിൽ തന്നെ കുറച്ച് മാറിയതേ അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരെ കണ്ടോ, അവർ ഇവിടുത്തെ ട്രൈബൽസാണ്. അവർക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ ആരോട് ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. ഈ മീൻ പിടിക്കണത് അവരുടെ പ്രധാനമായിട്ടും ഒരു ജീവിതമാർഗ്ഗം തന്നെയാണ് കേട്ടോ. ഈ പ്രോഗ്രാം ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് മിനിമം 4 പേരെങ്കിലും വേണം. നമ്മൾ ഒറ്റയ്ക്കായാലും കൊണ്ടുപോകും. അപ്പോൾ ബാക്കി 3 പേരുടെ പൈസ നമ്മൾ തന്നെ അടയ്ക്കണമെന്നുള്ളൂ. ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമും ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. ബുക്ക് ചെയ്യേണ്ട സൈറ്റ് www.periyartigerreserve.org എന്നാണ്. അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാൻ പറ്റും, റേറ്റ് ഉൾപ്പെടെ. ഈ പച്ച ഷർട്ടിട്ട് പോണ ആൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളിയാണ്. ഒരേ നാട്ടുകാരെ ഞങ്ങൾ. പേര് ശ്രീലാൽ. മുന്നിൽ പോണത് എൻ്റെ ഒപ്പം ഡിഗ്രിക്കും +2-ലൊക്കെ പഠിച്ച ആളാണ്, നിഖിൽ. ഇവൻ്റെ ചേട്ടനാണ് ആ ഗൈഡിൻ്റെ പുറകെ കൂടെ പോണത്. ആ ഗൈഡിൻ്റെ പുറകെ കൂടെ പോണത് ഇവൻ്റെ ചേട്ടനാന്ന് പറഞ്ഞല്ലോ, ആക്കടെ പേര് അഖിൽ എന്നാട്ടോ. എന്തായാലും 3 പേരെയും കൊണ്ടൊരു ഉപകാരമുണ്ട്. വീഡിയോയ്ക്ക് അത്ര മോഹം തന്നെ അവരല്ല, അതുകൊണ്ട് എനിക്ക് ഏറ്റവും എളുപ്പമായി. നടന്ന് ഈ കാണുന്ന പുൽമേട്ടിലെത്തി. ഇവിടെ കുറച്ച് നേരം നിൽക്കാമെന്ന് ഗൈഡ് പറഞ്ഞു. എന്തെങ്കിലും വരുമോ എന്നൊക്കെ കണ്ടറിയാം. ആദ്യം പറഞ്ഞല്ലേ, കാണുകയാണെങ്കിൽ മനോഹരമായതിനെ. ഇത് ഗൈഡ് അവിടെ പോയി നിൽക്കുന്നുണ്ട്, വല്ലതും കണ്ടോന്നൊന്നും അറിയില്ല. അകത്തേക്ക് കയറിപ്പോയെന്ന് പറഞ്ഞേ. അവിടെ കുറച്ച് മുമ്പ് ആനക്കൂട്ടം ഉണ്ടായിരുന്നു, അത് കാടിനകത്ത് കയറിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആന പോയ സ്ഥിതിക്ക് ഈ പക്ഷീനെ ഒന്ന് നോക്കിയിട്ട് പോവാം.
എന്തായാലും പിന്നെയും കുറച്ച് നേരം ഞങ്ങൾ നിന്നു. എന്നിട്ട് നടപടിയാവാത്തതുകൊണ്ട് തിരിച്ച് കിടക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ആനയെ കാണുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ആവിയായിട്ട് പോയി. അല്ലെങ്കിലും കാടങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചൊന്നും വരണ്ട. കണ്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കാണാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കാഴ്ചകളായിരിക്കും. അത് നമ്മുടെ ലക്കൊക്കെ പോലെ ഇരിക്കും. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു കുളത്ത് കാട് ഇട്ട് തരും. അതൊക്കെയാണ് പിന്നെയും പിന്നെയും വരാൻ തോന്നിപ്പിക്കണേ. അവിടെ എന്തോ കേട് കണ്ടു. നോക്കിയപ്പോൾ വേറെ ആരുമല്ല, ഈ പോണ ആശാനാണ്. കീരി, ചെങ്കീരി എന്നാണ് ഗൈഡ് പറഞ്ഞേട്ടോ. നല്ല തക്കുടുമുണ്ടൻ കീരി. മലയാളനെ കണ്ട പോലെ കണ്ട. അവൻ്റെ ഓടുമ്പോൾ അവൻ്റെ വയറൊക്കെ കിടന്ന് കുലുങ്ങാണ്. ഗുണ്ടുമണി കീരി. അവിടെ കുറച്ച് നേരം നിന്നു. കുറച്ച് നേരം കീരിച്ചേട്ടൻ ഞങ്ങളെ നോക്കി നിന്നു. അവസാനം കീരിച്ചേട്ടൻ കാട്ടിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ തിരിച്ച് പിന്നെയും നടക്കാൻ തുടങ്ങി. അങ്ങനെ വെറുതെ ആ സൈഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണതേ ഈ കാട്ടുപോത്തിനെ. ഒരെണ്ണം ഉള്ളൂ എന്നാണ് തോന്നണേട്ടോ കണ്ടിട്ട്. വൈകുന്നേരമായില്ലേ, ഈ പുളിക്കാട്ടിൽ നിന്നൊക്കെ ആനിമൽസ് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങും. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നോക്കിയപ്പോൾ കുട്ടിയാനൊരു പല്ല് കണ്ടു. ദേ കാട്ടുപോത്ത് ഓരോന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണമായി. വെയിൽ അവിടെ നിന്ന് അടിക്കണ ഇവിടെ തണലാവുമ്പോൾ ഇങ്ങോട്ട് വരും. അവിടെ തണലാന്ന് നോക്കുക. അതിൻ്റെ ഉള്ളിലുണ്ടപ്പോൾ ഉള്ളിലുണ്ട്. കാട്ടുപോത്തിൻ്റെ തൊട്ടുപുറമായിട്ട് പന്നി. അത് ആദ്യം കണ്ട പന്നിക്കൂട്ടാണ്. ഈ കാണുന്ന ചതുപ്പ് നിലത്തിലേ ആനയുടെ കാൽപ്പാടാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വേറെ എന്തിൻ്റെയൊക്കെയോ കാണുന്നുണ്ട്. ലങ്കൂറ് ഏറ്റവും മുകളിൽ കണ്ടില്ലേ? അതല്ലേ ഇവിടെ. അങ്ങനെ നമ്മൾ തിരിച്ചു കിടന്ന് ഏകദേശം എന്താ എത്താറായി. ട്രിപ്പ് പോയ ബോട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട് ഓരോന്നായിട്ട്. ഇതേ അപ്പുറം മ്ലാവിൻ്റെ കൂട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഇപ്പോൾ ഇറങ്ങി വന്ന അനിമൽസൊക്കെ ഉണ്ടല്ലോ, ഇനി രാത്രിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. കാടിൻ്റെ അകത്തേക്ക് കയറി പോവില്ല. കാരണം ഇരവിടിയന്മാരൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നേ അവർക്ക് കാണാൻ പറ്റില്ല പെട്ടെന്ന്. ഇനി മിക്കവാറും നാളെ രാവിലേക്ക് വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്കും കാട് കയറാൻ തുടങ്ങും. ദേ സാമ്പാർ ഡിയറിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ്.
ഔ എൻ്റെ ഫേസ് നോക്കി, അവനാണോ അവളാണോ? നമ്മളെ കണ്ടു, ആകെ ഒരു പേടിയൊന്നുമില്ല കേട്ടോ, അവിടെ നിൽക്കണ്ട്. നീ പോവാണെങ്കിൽ ഞങ്ങൾ പൊക്കോ. ഒച്ചനാണ്. അങ്ങനെ ട്രെക്കിങ് തുടങ്ങിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ചങ്ങാടം കയറി അപ്പുറം പോയിട്ട് നേരെ വീട്ടിലേക്ക്. പോകാനുള്ള ബസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേ കയറി അപ്പുറം ചെന്നിറങ്ങി, അതായത് പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് വണ്ടി വെച്ചേരണത്. അവിടെ ചെന്നിറങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി കഴിഞ്ഞു. ഇനി നമുക്കൊരു അടുത്ത ട്രാവൽ സ്റ്റോറിയിൽ കാണാം.